السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. الحمد لله الحمد لله. നമ്മൾ ഇന്നലെ ഫസ്റ്റ് ജ്യൂസിന്റെ റിവ്യൂ അല്ലെ, എന്താണ് ഫസ്റ്റ് ജ്യൂസിൽ നമ്മൾ പോസിറ്റീവ്സ് എന്തൊക്കെയായിരുന്നു, നമ്മൾ പുതിയ എന്തൊക്കെ ഐറ്റംസ് വർക്കൗട്ടായി, പിന്നെ എന്തൊക്കെയാണ് അതിന്റെ നെഗറ്റീവ്സ്, അതൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ലെസൺസ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തിരുത്തലുകൾ കൊണ്ടുവരാൻ പറ്റും, തിരുത്തലുകളെ കുറിച്ചൊക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അൽഹംദുലില്ലാ. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, കാരണം കുറേ പുതിയ ആൾക്കാരുണ്ട് അല്ലെ. എല്ലാവർക്കും ഒന്നും അത് ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്ലാസ്സിലൊന്നും കേട്ട് കഴിഞ്ഞാൽ ക്യാച്ചപ്പ് ചെയ്യാനൊന്നും പറ്റൂല എന്നുള്ളതൊക്കെ അറിയാം. ഇൻഷാ അള്ളാ നമുക്ക് ഒരു ലൈവ് പുതിയ ആൾക്കാർക്ക് വേണ്ടി വെക്കുന്നതായിരിക്കും. ഇൻഷാ അള്ളാ ആ ലൈവ് റെക്കോർഡും ചെയ്യും. അപ്പം ഇനി ഏത് പുതിയ ആൾക്കാർ വരുമ്പോഴും അവർക്ക് അത് യൂസ് ചെയ്യാം. പ്ലസ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു 1-2 പോയിന്റ് ഓഫ് കോണ്ടാക്ട്സും തരും ഇൻഷാ അള്ളാ. അപ്പൊ പിന്നീട് അവരെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. ഇനി ഏത് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽം ടു എം എൽ അല്ലെ. എൽം ടു എം എല്ലിന്റെ ആ ഒരു നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സും ഈ ഒരു ജേർണലും മാഷാ അള്ളാ ഇന്നലെ കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. മാക്സിമം പെട്ടെന്ന് തന്നെ കൊറിയർ ചെയ്യാൻ നോക്കാം. ഉള്ള സ്റ്റോക്ക് അത്രയും ഇൻഷാ അള്ളാ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പം എങ്ങനെയാണ് ആ ജേർണൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും ആദ്യം എന്തിനെന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. എന്ത് കാര്യം എന്തിനെന്ന് അറിയുമ്പോഴേ നമുക്ക് അതിന്റെ എന്താ പറയാ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഡെപ്ത് കിട്ടുള്ളൂ. അപ്പം സത്യം പറയുകയാണെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അല്ലെ. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, അത് കറക്റ്റ് ചെയ്യണം, നന്ദി കാണിക്കണം, തൗബ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ ക്ലാസ് കേട്ട് തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ മാതാപിതാക്കൾ പറഞ്ഞിട്ടൊക്കെ നമ്മൾ കേൾക്കുന്ന ആൾക്കാർ തന്നെയാണ്. പുതിയതായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഇവിടെ ചെയ്യാൻ പോണത്, പുതിയൊരു അപ്രോച്ച് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും നമ്മൾ കേട്ടിട്ടും ഒരുപാടൊന്നും നമ്മൾ ചേഞ്ച് ആയിട്ടില്ല അല്ലെ. കുറച്ച് ഇല്ലാന്ന് പറഞ്ഞൂടാ, നമ്മൾ കുറച്ച് ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് അല്ലെങ്കിൽ കുറെ മാറ്റം വരുത്തേണ്ട, സീരിയസ് ആയിട്ട് മാറ്റം വരുത്തേണ്ട പല കാര്യങ്ങളും നമ്മളിലൊന്നും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആ ചേഞ്ചസ് ഒക്കെ ഔട്ടറാണ്. നമ്മളുടെ ലിംസിൽ അല്ലെങ്കിൽ അവയവങ്ങളിൽ മാത്രം വരുത്തേണ്ട ചേഞ്ചസ് ആയിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും പഠിച്ചത്. ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് അല്ലെ. അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം ഇന്നത് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ആളോട് ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റീരിയറിൽ അല്ലെങ്കിൽ ഔട്ടറിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്താൻ നോക്കിയത്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ ചേഞ്ചസ് പലതും ലോങ് ലാസ്റ്റിംഗ് അല്ല. കുറച്ചു കാലമൊക്കെ നമ്മൾ ചെയ്യും, പോവും. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഓട്ടോമാറ്റിക് റോബോട്ട് പോലെ നമ്മൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളൊരു വീട് ക്ലീൻ ചെയ്യാന്ന് വെച്ചോ. ഒരു വീട് ക്ലീൻ ചെയ്യുമ്പോൾ ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരുന്നു, നമ്മൾ ജസ്റ്റ് ടേബിൾ ടോപ്പ്, അതായത് കിച്ചണിലെ ടോപ്പ് ഇല്ലേ, എന്താ പറയാ, കിച്ചൺ റാക്കിന്റെ ടോപ്പൊക്കെ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് ബാക്കിയെല്ലാം അടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. ആ ഗസ്റ്റ് വന്നു, ആ ഒരു ക്ലീനിങ് ലാസ്റ്റ് ചെയ്യൂ. അതിന് ആക്ച്വലി ഒരു റിസൾട്ട് ഉണ്ടാവും. അതിനൊരു ഫേക്ക് ഫീലിംഗ് ഉണ്ടാവും അല്ലെ. തൽക്കാലം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ അടിയിൽ നമ്മൾ വേസ്റ്റ് ബിന്നിൽ വെച്ച വേസ്റ്റിന്റെ സ്മെല്ലൊക്കെ മെല്ലെ മെല്ലെ അത് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ നമ്മുടെ ഈ കബോർഡ്സിനകത്തൊക്കെയുള്ള കൂറകളും പാറ്റകളും ഒക്കെ മെല്ലെ മെല്ലെ അതിന്റെ സമയമാകുമ്പോൾ അതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കബോർഡ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തുറന്നാൽ നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി മര്യാദയ്ക്ക് വെക്കാത്തതിന്റെ പേരിൽ അത് ചിലപ്പം തള്ളി മറിഞ്ഞ് എല്ലാം കൂടെ താഴോട്ട് വീഴും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാത്രം, ഒരു പ്ലേറ്റ് എടുക്കണം എന്ന് വിചാരിച്ച് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെ തപ്പിയാലും അത് കാണൂല, കാരണം അത് അറേഞ്ച്ഡ് അല്ല വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് അല്ലെ. ഇതും ക്ലീനിങ് തന്നെയാണ്. പക്ഷെ നമ്മൾ പുറം ലോകം അല്ലെങ്കിൽ എക്സ്റ്റീരിയർ മാത്രം ഒരു ഫേക്ക് ഫീലിംഗ് കൊടുക്കുകയാണ്. ക്ലീൻ ചെയ്തിട്ടുണ്ടോ, ഉണ്ട്, ഇല്ലേ, ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ. കാരണം മണമൊക്കെ പുറത്ത് വരും, കാരണം നമ്മൾ ഇന്റീരിയർ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാല്, നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു പണ്ട് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെയ്യുന്നത് ഒരു ഡീപ്പ് ക്ലീനിങ് ആണ്.
ഡീപ്പ് ക്ലീനിങ് ആണ്. എന്നാൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോഴത്തെ മോഡേൺ വീടുകൾ എടുത്ത് നോക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരാൾ വിചാരിച്ചാലൊന്നും ഡീപ്പ് ക്ലീനിങ് നടക്കൂല അല്ലെ. എല്ലാം കൂടെ ഒരൊറ്റ ദിവസം ചെയ്ത് കളയാന്ന് ചോദിച്ചാൽ എല്ലാ കബോർഡും, അത്രയും കബോർഡുകൾ ഉണ്ടാവും ഇപ്പോഴത്തെ വീടുകളിൽ, എല്ലാ കബോർഡും എംപ്റ്റി ചെയ്ത് എല്ലാത്തിലും ഡ്രസ്സാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും റീഓർഡർ ചെയ്ത് തിരിച്ച് വെച്ച് വേസ്റ്റുകളൊക്കെ കളഞ്ഞ് ഫാനുകളൊക്കെ തുടച്ച് മുറ്റവും ചെടികളും അല്ലെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യാൻ വെച്ച സാധനങ്ങളൊക്കെ ഒരൊറ്റയടിക്ക് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നടക്കൂല അല്ലെ. നമ്മളത് ദിവസവും ചെയ്യണം, ദിവസം അത് ടൈം എടുത്തിട്ടില്ലേ, അതിന് അതിൻ്റെതായ സമയം കൊടുത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട്. ഈ കൺസിസ്റ്റന്റ് എന്നുള്ള വേർഡ് സുബ്ഹാനല്ലാഹ് ഇപ്പം ശരിക്കും കഴിഞ്ഞ ദിവസം നമ്മളെ ഗ്രൂപ്പിൽ GIC ഗ്രൂപ്പിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഗ്രൂപ്പിന്റെ പേര് കൺസിസ്റ്റൻസി എന്നാക്കിയാലോ. ശരി, ഈ പ്രൈസ് കൊടുത്തപ്പം വന്ന പുതിയൊരു തീമാണ് ഈ കൺസിസ്റ്റൻസി. ശരിക്കും കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓരോ വീടുകളിൽ പോകുമ്പം അതറിയാം, അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ ക്ലീൻ ചെയ്യുന്ന വീടുകൾക്ക് അതിന് വേറെ തന്നെ ഒരു ഭംഗിയും ഒരു വൃത്തിയൊക്കെയാണ് അല്ലെ. എപ്പോഴെങ്കിലും ചെയ്യുന്നതിന് അത് എപ്പോഴെങ്കിലും തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ ദിവസവും എല്ലാ സമയവും കുറച്ച് 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 സമയം കൊടുത്തുകൊണ്ടുള്ള ആ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി അല്ലെ, പയ്യെ തിന്നാ പനയം തിന്നാന്നൊക്കെ പറയുന്ന പോലെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് നമ്മൾ ചെയ്തേ മതിയാവൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒളിപ്പിച്ചു വെച്ച വേസ്റ്റ് സ്മെല്ല് വരും അല്ലെ, കബോർഡിന്റെ അകത്തുനിന്ന് കൂറകളും പാറ്റുകളും ഒക്കെ പുറത്തേക്ക് വരും. അപ്പം അത് നമുക്ക് പറ്റൂല. നമുക്ക് ആ കൺസിസ്റ്റന്റ് ആയിട്ട് ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യണം. അപ്പം സ്മെല്ലും വരൂല, കൂറയും വരൂല, പാറ്റയും വരൂല. പക്ഷേ നമ്മൾ ഡേ 1 നമുക്ക് ഒരു മാസം കണ്ടിന്യൂസ് ക്ലീനിങ് ആണെന്ന് വെച്ചോ, ഫസ്റ്റ് ഡേ ക്ലീൻ ചെയ്ത സാധനം ചിലപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ വേറെ എന്തെങ്കിലും ആയിരിക്കും ക്ലീൻ ചെയ്തത്. ഫസ്റ്റ് ഡേ ഒരു റൂം ക്ലീൻ ചെയ്യുന്നു, സെക്കൻഡ് ഡേ ഹാള് ക്ലീൻ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ഒരു 10ാമത്തെ ദിവസം ആകുമ്പോൾ ഫസ്റ്റ് ഡേ ക്ലീൻ ചെയ്ത സാധനത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് സ്മെല്ല് ചിലപ്പോൾ പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ നമുക്കൊരു പാച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വേണം. അല്ലാതെ നമുക്ക് എപ്പോഴും എല്ലാം ടച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മളെ കണ്ണ് എല്ലാ സ്ഥലത്തും എത്തൂല. നമുക്ക് പെണ്ണുങ്ങൾക്ക് ശരിക്കും അറിയാം അല്ലെ, നമുക്കൊരു വീടേ ഉള്ളൂ, പക്ഷെ ആ ഒരു വീടിന്റെ എല്ലാ ഭാഗത്തും നമ്മളെ നോട്ടം പലപ്പോഴും എത്താറില്ല. നമ്മൾ എന്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഗസ്റ്റ് വരുന്ന ദിവസം കറക്റ്റ് നമുക്ക് മിസ്സായ സാധനമായിരിക്കും അന്ന് പുറത്ത് വരുന്നത് അല്ലെ. എല്ലാ ദിവസവും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഗസ്റ്റ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ദിവസം നമ്മളൊരു തിരക്ക് പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അന്നൊരു ഗസ്റ്റ് കയറി വരും അല്ലെ. അപ്പം അങ്ങനെ നമ്മൾ എത്ര കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാലും മിസ്സാവുന്ന കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് പാച്ച് വർക്കും ആവശ്യമാണ്. അപ്പം ഈ രീതിയിലുള്ള ഒരു ക്ലീനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പുറം മാത്രം അല്ലെ, ടേബിൾ ടോപ്പ് മാത്രം ക്ലീൻ ചെയ്തിട്ട് അടിയിലുള്ളതൊക്കെ അവിടെ ഡംപ് ചെയ്ത് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. നമ്മളിപ്പം ഒരു ഫുൾ ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് ആണ് വിചാരിക്കുന്നത്. അപ്പം ഇന്റീരിയറിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്ത് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിനും ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുകയാണെങ്കിലും സാധാരണ എല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യം ഉണ്ടാവും. അവിടെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയാവും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലും നമ്മുടെ ക്ലീനിങ്ങിലും പോലും ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ട്. അത് ഈ ഒരു എന്താ പറയാ, ഇപ്പം കാർപ്പറ്റ് ആണെങ്കിൽ കാർപ്പറ്റ് വേണമെങ്കിൽ നമുക്ക് വെറുതെ തട്ടാം അല്ലെ, അല്ലെങ്കിൽ ഒന്ന് തുടയ്ക്കാം. ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും കാർപ്പറ്റിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, വാക്യൂം ക്ലീൻ ചെയ്യുന്നതാണ്. അതുപോലെ ഓരോ കാര്യത്തിനും ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് നമ്മളെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാന്നൊക്കെ പഠിച്ച് അതിങ്ങോട്ട് കൊണ്ടുവന്ന് അതിന്റെ മേലെ എഹ്സാൻ കൊണ്ട് നമ്മളെ ഭംഗിയാക്കും അല്ലെ. ഇപ്പൊ നമ്മളെ വീട് ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ ഉപയോഗിച്ച് വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഒരു അഡോൺമെന്റ് ഉണ്ടല്ലോ, ഒരു ഭംഗിയാക്കലുണ്ട് വീട്. ഒരു കോർണറിൽ ഒരു ഫ്ലവർ വാസ് ഒക്കെ വെച്ച് അല്ലെ, ഒരു നല്ല ഫ്രെയിം ഒക്കെ വെച്ച് അപ്പൊ കാണുന്ന ഭംഗി വേറെ തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ പറയും അവർക്ക് ആഡംബരമാണ്, അഹങ്കാരമാണെന്ന്. പക്ഷെ അതിനൊരു ഭംഗി ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞൂടാ അല്ലെ. അപ്പൊ നമ്മളെ സ്വഭാവങ്ങളെ ആണെങ്കിലും നമ്മളുടെ ജീവിതത്തിനാണെങ്കിലും ഇതുപോലെ ബെസ്റ്റ് പ്രാക്ടീസ് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ മുകളിൽ എഹ്സാൻ കൊണ്ട് ഭംഗിയാക്കി കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒക്കേഷണലി നമുക്ക് ചില തെറ്റുകളൊക്കെ പറ്റി പോവാം അല്ലെ. അപ്പം നമുക്ക് അതിന് പാച്ച് ചെയ്യാനുള്ള നമ്മളുടെ കയ്യിൽ തൗബ എന്ന് പറഞ്ഞ ഒരു ടൂളുമുണ്ട്. അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് വലിയ ഡിഫറൻസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു നമ്മൾ പണ്ട് ചെയ്യുന്നതും ഇപ്പം നമ്മൾ ഡിഫറൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പൊ ചെയ്യാൻ പോകുന്നതും തമ്മിലുള്ള ഡിഫറൻസ്, വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്. ആക്ച്വലി ചെയ്യുന്ന കാര്യം ഒന്ന് തന്നെയാണെങ്കിലും അത് എന്ത് ഡിഫറൻസ് ആ കൊണ്ടുവരാ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് നമുക്ക് തൗബ ഈസി ആവാൻ പോണത് എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ നോക്കാനുണ്ടാവുള്ളൂ തൗബ ചെയ്യാൻ. അപ്പം എന്തിന് തൗബ ചെയ്യണം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. മുമ്പേ ആണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
പെയ്തില്ലേ, എല്ലാം കൂടെ അലങ്കോലമായി വൃത്തികേടുകളും പാറ്റയും കൂറയും എല്ലാം കൂടെ ആയതുകൊണ്ട് എന്തിനു തൗബ ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു നമ്മള്. പക്ഷെ ഇപ്പൊ നമ്മള് ഇങ്ങനെ എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലും ഒന്നൊന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അതെടുത്ത് മേലേക്ക് വെച്ചാൽ മതി അല്ലെ. എന്തെങ്കിലും ഒന്നൊരു ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ ഒരു ഷെൽഫ്, ഒരു കബോർഡിന്റെ ഒരു സൈഡ് മാത്രം ഓർഡർ തെറ്റിയാൽ അത് മാത്രം നന്നാക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പം വീണ് പോവും, നമുക്ക് സ്ലിപ്പാവും. പക്ഷെ നമുക്ക് ഇപ്പൊ തൗബ ചെയ്യേണ്ടത് എന്താന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു പാച്ചപ്പും എളുപ്പമായി. ആ ഒരു രീതിയിലുള്ള ഒരു എളുപ്പത്തില് നമ്മളെ തന്നെ ഒരു ബെറ്റർ മീ ബെറ്റർ അബദാക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലേക്കാണ് ഇൻഷാ അള്ളാ പോകുന്നത്. നമ്മളുടെ എന്താ പറയാ പ്ലാനുകളാണ്, ചിന്തകളാണ്. റബ്ബിന്റെ അടുത്ത് സ്ഥിരമായിട്ട് ദുആ ചെയ്ത് റബ്ബിനോട് ഷൂറ ചെയ്ത് ടിപ്സ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഹൈറായിരിക്കും എന്ന് വിചാരിച്ച് തുടങ്ങാണ്. നമുക്ക് ഹൈറാവട്ടെ, എല്ലാവരും ദുആ ചെയ്യുക. നമുക്ക് ഓരോരുത്തരും മാറ്റം വരുമ്പോൾ നമ്മളെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വരാൻ പോകുന്ന മാറ്റം വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മളത് ഇഷ്ടത്തോടു കൂടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും. അതിനുണ്ടാവാൻ പോകുന്ന ഇഫക്റ്റ് ഭയങ്കര റിപ്പിൾ ഇഫക്റ്റ് ആയിരിക്കില്ലേ. നമ്മളൊരു സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു പുഴയിലേക്ക് ഒരു കല്ല് എടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ റിപ്പിൾസ് ഇല്ല, അതിങ്ങനെ വട്ടത്തിൽ അവസാനം വരെ എത്തൂലേ, വലിയൊരു വട്ടായിട്ട് മാറും. അതുപോലെ നമ്മൾ ആ ഒരു കുഞ്ഞു കല്ലിട്ട് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അതിനുണ്ടാക്കുന്ന ഇഫക്റ്റ് ഭയങ്കരമായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ 100% ആവുമോ? ഇല്ല അല്ലെ. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും അത്രയൊക്കെ ചെയ്തിട്ടും എന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ 100% ആവൂല. അത് ആവൂല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആവൂല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവുമ്പോൾ അതിനെ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുക്കൂൻ കിട്ടും അല്ലെ. കാരണം നമ്മൾ അത്ര ശ്രമിച്ചാലും നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫുൾ 100% നമ്മൾ ആവൂല എന്നുള്ളതിനെ നമ്മൾ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മളെ മനസ്സിന് ഒരു സുക്കൂൻ കിട്ടും. പിന്നെ നമ്മൾ ഒരുപാട് എന്താ പറയാ എന്തെങ്കിലുമൊക്കെ സ്ലിപ്പ് ചെയ്യുമ്പോൾ തൗബ ചെയ്ത് മടങ്ങാന്നുള്ള ചിന്ത ഉണ്ടാവുമ്പോൾ അതും നമുക്കൊരു സമാധാനമാണ്. എന്നാൽ നമുക്ക് 100% ട്രൈ ചെയ്തൂടെ? ചെയ്യാം. കാരണം നമ്മൾ 100% ട്രൈ ചെയ്താലേ നമ്മൾ 80% എത്തുള്ളൂ അല്ലെ. എന്തൊരു കാര്യം അങ്ങനെ, നമ്മൾ ടോപ്പ് വിചാരിച്ച് ഓടിയാലേ അതിന്റെ തൊട്ട് മുന്നെങ്കിലും നമ്മൾ എത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും കുറച്ച് മതി എന്ന് വിചാരിച്ചാൽ ആ കുറച്ചിനേക്കാളും കുറച്ചിലേ നമ്മൾ എത്തുള്ളൂ. അതേസമയം ഈ ടോപ്പ് 100% വിചാരിച്ച് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ആ 100% എഫേർട്ടിനുള്ള പ്രതിഫലം ഉണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എഫേർട്ടിനാണ്, നമ്മൾ ശ്രമിക്കുന്നതിനാണ്, നമ്മൾ ചെയ്യുന്നതിനാണ്, അതിന്റെ നിയ്യത്തിനാണ് പ്രതിഫലം. നമ്മുടെ നിയ്യത്ത് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആവണം അല്ലെ. ജനാത്തുൽ ഫിർദൗസ് വെറുതെ നാവുകൊണ്ട് ചോദിച്ചാൽ പോരാ, അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വേണം. അപ്പൊ നമ്മൾ ആ ഓരോ വർക്കിനും ഓരോ നിയ്യത്തിനും നമുക്ക് കണക്കില്ലാത്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമുക്ക് 50% മതി എന്ന് വിചാരിച്ചിട്ട് 30% പോലും എത്താത്ത ഒരവസ്ഥ വേണ്ട. നമുക്ക് 100% വേണ്ടി തന്നെ ഓടണം. ചിലപ്പോൾ 50% നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എത്താതെയും ഇരിക്കാം. കാരണം ഈ 50% നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് 100% വേണ്ടി തന്നെ ട്രൈ ചെയ്യാം. അതേസമയം ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാവരും മനസ്സിൽ വെക്കുക 100% പോസിബിൾ അല്ല, അത് അള്ളാഹു മാത്രമാണ്. 100% പെർഫെക്റ്റ് അള്ളാഹു മാത്രമാണ്. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ സ്ലിപ്പാവും. ആ സ്ലിപ്പ് ആവുമ്പോഴുള്ള ടൂളും അള്ളാഹ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്റീരിയറിൽ നിന്നുള്ള ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ് ആണ് ഇൻഷാ അള്ളാഹ് നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോണത്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത്. കാരണം ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും സീറോ ആണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹിന്റെ ഫുൾ സപ്പോർട്ട് വേണം. നമ്മളൊന്നുമല്ല, നമ്മൾ ആരും ഒന്നുമല്ല. ഇവിടെ ഇതില് ടോപ്പായി നിൽക്കുന്ന ഒരാളും ഇല്ല, ഞാനും ഇല്ല, നിങ്ങളും ഇല്ല. നമ്മളെല്ലാവരും ഒരേപോലെ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അള്ളാഹിന്റെ ഏറ്റവും തൃപ്തിയുള്ള അടിമയാവാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മള് മുമ്പൊക്കെ ഇപ്പം നമ്മൾ ചെറുതാവുമ്പോൾ നമ്മുടെ പാരന്റ്സ് നമ്മളടുത്ത് എന്തെങ്കിലും പറയാം, അപ്പോൾ ഒരു വെറുപ്പിക്കുന്ന വല്യമ്മയോ അല്ലെ അങ്ങനെ ആരെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെന്ന് വെക്കാം, നമുക്ക് തീരെ ഇഷ്ടമല്ലാതെ ഫുൾ ടൈം ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവരെ സ്നേഹിക്കണം, അവരെ കെയർ ചെയ്യണം എന്നൊക്കെ നമ്മളെ പാരന്റ്സ് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് ചെയ്യുമായിരിക്കും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ കുറെ വലുതായി, ഇത് ചെയ്യുന്നത് അള്ളാന്റെ ഇൻസ്ട്രക്ഷൻ ആണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഗുണമുണ്ട്, ഇത് അള്ളാന്റെ റൂൾ അനുസരിക്കലാണ് അല്ലെ, നമ്മള് അസ്ലംതുൽ റബ്ബിൽ ആലമീനിൽ പെട്ടതാണ് അത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ആരൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ വെറുപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു എളുപ്പം വരാനുണ്ട്. ആ എളുപ്പം എവിടുന്ന വരുന്നത്? ഹൃദയത്തിന്റെ
ഉള്ളിൽ നിന്നാണ്. അപ്പം എന്തും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എളുപ്പം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാര്യം വരണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യമായിരുന്നു നമ്മുടെ അക്കൽ അല്ലെ, അക്കലിന്റെ ചിന്ത, നമ്മുടെ ബ്രെയിനിന്റെ ചിന്ത. അതായത് എങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് അല്ലെ. ഇപ്പം അൽഹംദുലില്ലാ ഇവിടെ ആദ്യം മുതലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ആ ഒരു അക്കൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഓരോ ആയത്തിന്റെയും പിന്നിലുള്ള ഒരു അക്കൽ, ആ ചിന്തകളിലേക്ക് എത്താൻ ചെറിയ തോതിലെങ്കിലും എത്താൻ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ട്രെയിൻ ചെയ്ത് ഇവിടം വരെ എത്തിച്ചു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലെ, അൽഹംദുലില്ലാ ചെറുതായിട്ടെങ്കിലും. അപ്പൊ നമുക്ക് ആ ഒരു അക്കല്, നമ്മുടെ ഓരോ ആയത്തുമായിട്ട് അക്കലിനെ എങ്ങനെ കണക്ട് ചെയ്യാം, ബുദ്ധിനെ എങ്ങനെ കണക്ട് ചെയ്യാം, ചിന്തനെ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ബ്രെയിൻ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് ഹാർട്ടിലേക്ക് എത്താൻ ഒരു പ്രയാസവും ഇല്ല അല്ലെ. അപ്പം ഹാർട്ടിന്, ഹൃദയത്തിൽ നമുക്ക് ആ ഒരു എളുപ്പം കിട്ടുമ്പം ആ എളുപ്പത്തിന് നമ്മൾ യൂസ് ചെയ്യണ്ടേ അല്ലെ. നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലായി അല്ലെ, ആ ഒരു മാറ്റം ഹൃദയത്തിൽ വന്ന് നമ്മുടെ ഹൃദയം ഒന്ന് പിടിച്ച് കുലുക്കി അല്ലെ, ഹൃദയം ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു എളുപ്പത്തിന് നമ്മൾ യൂസ് ചെയ്യണ്ടേ അല്ലെ. അത് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള എഫേർട്ട് നമ്മൾ ഇടുക തന്നെ വേണം. ആ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ എഫേർട്ട് ഇടുക തന്നെ വേണം. നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നോളും. അപ്പൊ നമ്മള് അല്ലെ, നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അതിനുള്ള തൗഫീഖ് റബ്ബ് തന്നു. എന്നിട്ട് നമ്മുടെ ആ പഠനത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ കൊണ്ടുവരാൻ, നമ്മുടെ ചിന്തനെ കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു അല്ലെ. ആ ചിന്തയിൽ നിന്നുള്ള മനസ്സിലാക്കലുകൾ, അണ്ടർസ്റ്റാൻഡിങ്സ് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന് ചേഞ്ചസ് വന്നു തുടങ്ങി. അതിന്റെയും പുറമെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് അതിനനുസരിച്ച് ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെ. ചുറ്റുപാടുകളിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ടുള്ള ആൾക്കാരെ നമുക്ക് റബ്ബ് തന്ന്, ഇത്രയൊക്കെ തന്നിട്ടും അല്ലെ നമ്മള് എടുക്കേണ്ട എഫേർട്ട് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരല്ലേ, നഷ്ടക്കാരാണ്. അപ്പൊ അങ്ങനെ നഷ്ടക്കാരിൽ നമുക്ക് പെട്ടുകൂടാ അല്ലെ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇതിന് ശരിക്കും പ്രയാസങ്ങൾ ഉണ്ടാവും, ഞാൻ ഉൾപ്പെടെ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അല്ലെ, ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ എന്താ നീ ചെയ്യാഞ്ഞേ, അല്ലെങ്കിൽ ടീച്ചർ എന്താ പോസ്റ്റ് ചെയ്യാത്തെ എന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിന്നാൽ തന്നെ നമുക്ക് ഈ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും അത് നമ്മൾ തഫ്സീറിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ചില കാര്യങ്ങളല്ലേ, ഡിറ്റർമിനേഷൻ, നമ്മൾ അത് സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യണം, കൺസിസ്റ്റൻസി, അങ്ങനെ പല കാര്യങ്ങളും അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇത് റിവൈസ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്നും കൂടെ കേൾക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അതൊക്കെ ഇവിടെയും നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം നമ്മുടെ യാത്രയിൽ തുടങ്ങിയ പലരും, തുടക്കത്തിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും ഡ്രോപ്പായി പോയിട്ടുണ്ട് അല്ലെ. ഒരു ഫിൽട്ടർ ചെയ്ത് കുറച്ച് ആൾക്കാരെ അവസാനം വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ യാത്ര വീണ്ടും തുടങ്ങാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഹൃദയത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം റബ്ബിന്റെ തവക്കുലോട് കൂടി എടുക്കുക. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവരാണ്. അപ്പം നമ്മളെ സൈഡിൽ നിന്നും കൊടുക്കാനുള്ള എഫേർട്ട് നമ്മൾ ഇടാതെ പോവരുത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം അതാണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഇൻഷാ അല്ലാഹ്. നമുക്കറിയാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് തന്ന ഒരു ഉറപ്പാണ്, നിങ്ങളൊരു ചാൺ എടുത്താല് ഞാനൊരു മുഴ എടുക്കും, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ ചാൺ നമ്മൾ അടുക്കാൻ ശ്രമിക്കുകയാണ്, ആ നടത്തം നമ്മൾ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇത്രയും കാലം നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, ഇത്രയും നാൾ നമ്മൾ ചാൺ അടുക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ അൽഹംദുലില്ലാഹ് എന്തോരം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയത് അല്ലെ. നമ്മൾ ഇത്രയും കാലം കേട്ട ക്ലാസ്സുകൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ നൂറ് സുദരി തുടങ്ങിയതിനു ശേഷം, ഒരു ജ്യൂസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതിനേക്കാളും കൂടുതൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു സ്റ്റെപ്പും കൂടെ എടുക്കണം അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ചാണുകളൊക്കെ അടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം മുഴുവൻ നമ്മളുടെ അടുത്ത് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പും കൂടെ എടുക്കുമ്പോൾ അള്ളാഹു ഒന്നും കൂടെ സ്പീഡിൽ നമ്മളെ അടുത്തേക്ക് ഓടിയെത്തും അല്ലെ. അള്ളാന്റെ പ്രോമിസ് അള്ളാഹ് കീപ്പ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തൊരു ചേഞ്ച് ആയിരിക്കും അതുകൊണ്ട് ഉണ്ടാവാൻ പോണേ അല്ലെ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും നമ്മളുടെ ജീവിതങ്ങൾ മാറാൻ പോണത് അല്ലെ, നമ്മുടെ കുടുംബങ്ങൾ മാറാൻ പോകുന്നത്, നമ്മുടെ കുട്ടികൾ മാറാൻ പോകുന്നത്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഈ അട്രാക്റ്റഡ് ആവും ആളുകൾ, അത് അനുസരിച്ച് ആളുകൾ അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാവരും ഇത് ചെറിയ തോതിലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. ആ ചേഞ്ചസ് നിങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുള്ള പലരും, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന പലരും
അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ചെറിയ തോതിലെങ്കിലും ഇതിലെന്തോ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭർത്താക്കന്മാർ അങ്ങനെയുള്ള കമന്റ് പറഞ്ഞു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ആ ഒരു മാറ്റം അല്ലെ, നമ്മൾ അവരോട് സംസാരിക്കുന്നതിൽ പോലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇത്രയും ചെറിയ സ്റ്റെപ്പുകൾ എടുത്തപ്പോൾ ഇത്ര മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ എത്ര മാറ്റമായിരിക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ വരാൻ പോണത് അല്ലേ, നമ്മളെ മക്കളിൽ വരാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ശരിക്കും ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ന്യൂജൻ എന്ന് പറയുന്നത് പലരും കല്യാണങ്ങൾക്ക് എതിരാ, കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുക അവര്. കാരണം അവർക്ക് നമ്മളുടെ ജനറേഷനിൽ നിന്ന് കല്യാണത്തിനെ കുറിച്ചൊരു റോങ് മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഉമ്മക്ക് പ്രാരാബ്ദം, ബുദ്ധിമുട്ടൊക്കെ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഉപ്പാന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ, എനിക്കിതൊന്നും വേണ്ട. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സല്ലല്ലാഹു മാഷാ അല്ലാഹ്. അപ്പം എനിക്ക് കല്യാണം വേണ്ട, എന്തിനാ ഉമ്മനെ പോലെ ഞാൻ കഷ്ടപ്പെടുന്നത്. അത് ഉമ്മ എന്തിനാ കഷ്ടപ്പെടുന്നത്, ദീനിന്റെ പേരിൽ. കാരണം ദീനിൽ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താവാ മക്കൾ, എന്നാ പിന്നെ കല്യാണമേ വേണ്ട അല്ലെ, അതാണ് അവരുടെ തീരുമാനം. അപ്പൊ അവർക്ക് കല്യാണങ്ങളോട് വെറുപ്പായി, ദീനിനോട് വെറുപ്പായി. ഇവരിതിനൊക്കെ എതിരെ ആവുകയാണ് കുട്ടികൾ. പിന്നെ നമ്മൾ എത്ര അവരുടെ സംസ്കരിക്കാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. അപ്പൊ നമ്മള് ശരിക്കും ഈ ദീനിന്റെ ആ ഒരു അന്തസത്ത, ഭംഗി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതിന്റെ ഇഹ്സാൻ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെ, നമ്മൾ ഓരോരുത്തരും മുഹ്സിന, കാരണം നമുക്ക് ചെറിയ ലെവലൊന്നും പോലെ, നമുക്ക് ഏറ്റവും വലിയ ലെവൽ തന്നെ വേണം, നമ്മൾ മുഹ്സിനീങ്ങളാവണം അല്ലെ. അപ്പം ആ മുഹ്സിനായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അട്രാക്റ്റഡ് ആവും. ഒരു നല്ല കൗൽ കേട്ടാൽ തന്നെ ആളുകൾ അട്രാക്റ്റഡ് ആവും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെ മക്കൾ അതിനോട് അട്രാക്റ്റഡ് ആവും. ഇന്നല്ലെങ്കിൽ എന്തായാലും നാളെ ഇൻഷാ അല്ലാഹ്. അതായത് അവരുടെ ഹൃദയങ്ങളിൽ ആ ഡീവിയേഷൻ, അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം, എന്താ പറയാ, ക്രൂക്കഡ്നെസ്, ഒരു വളവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവർ അട്രാക്റ്റഡ് ആവും. അപ്പൊ നമ്മളെ കുടുംബങ്ങളെ, നമ്മളെ സമൂഹങ്ങളെ, നമ്മുടെ നാളത്തെ തലമുറകൾ വരെ മാറ്റാനുള്ള ഒരു ചേഞ്ചിന്റെ തുടക്കത്തിനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു ശ്രമം വേർത്തല്ലേ അല്ലെ, എന്തായാലും വേർത്താണ് അല്ലെ. ഒരുപാട് വലിയ മാറ്റം ഉണ്ടാക്കാനുള്ള മാറ്റം തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി ഈ ബുക്കിലേക്ക് നമുക്ക് മെല്ലെ വരാം ഇൻഷാ അല്ലാഹ്. ഈ ബുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിന്, നമ്മൾ നൂറ് സഹോദരി ക്ലാസ്സിന് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന ഏത് ക്ലാസ്സുകൾക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ കേൾക്കുന്ന ഒറ്റ തസ്കിയ ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ല, അല്ലാതെ നൂറ് സഹോദരിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. കാരണം ഇതൊരു ചേഞ്ചിനുള്ള, അതായത് ഖുർആനെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇൻസ്ട്രക്ഷനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്ക്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നൂറ് സഹോദരി റെസ്ട്രിക്റ്റഡ് ആവണം എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, പക്ഷേ നൂറ് സഹോദരിയിൽ നമ്മൾ എന്താ ഫോളോ ചെയ്യുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു സിസ്റ്റമാറ്റിക് സിലബസ് ആണ് അല്ലെ. അള്ളാഹിന്റെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ കണ്ടത് ഇതുവരെ ആദ്യം അള്ളാഹ് എന്താ പറയുന്നത്, അള്ളാഹിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നു അല്ലെ. ബിസ്മില്ലാ പറഞ്ഞിട്ട്, അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അള്ളാഹിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹ്ക്ക് നന്ദി പറയാൻ പറഞ്ഞിട്ട് എന്തിനു നന്ദി പറയണം എന്നുള്ളത് കാണിച്ചെന്നു അല്ലെ. റബ്ബിൽ ആലമീൻ, അള്ളാഹിന്റെ ക്രിയേറ്റീവ് പവർ, ആലം എന്താണെന്ന് കാണിച്ചെന്നു, അലമൂൻ എന്താണെന്ന് കാണിച്ചു തന്നു. എന്നിട്ട് അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് അള്ളാഹിന്റെ മിൽക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, മാലിക് യൗമിദ്ദീൻ. അള്ളാഹിന്റെ പവറും പറഞ്ഞു, റഹ്മത്തും പറഞ്ഞു. അതിന് രണ്ടിനും വെയ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഹിദായത്താണ് അല്ലെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇബാദത്താണ്. ആ ഹിദായത്ത് ഇല്ലെങ്കിലുള്ള കുഴപ്പം അവിടെ തന്നെ ഫാത്തിഹയിൽ തന്നെ അത് പറഞ്ഞു. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നിട്ട് ഹിദായത്തുള്ള ഒരു ബുക്ക് നമ്മളെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അത് എല്ലാവർക്കും ഒന്നും കിട്ടൂല, അത് ഇന്ന ആൾക്കാർക്കേ കിട്ടുള്ളൂ. ആർക്കാണ്, മുത്തഖീങ്ങൾക്ക്. അപ്പൊ അതാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ടാർഗറ്റ് സെറ്റ് ചെയ്തു. അപ്പൊ ടാർഗറ്റിൽ എത്തണമെങ്കിൽ എന്തൊക്കെ ആവണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അന്നൊക്കെ നമ്മൾ ബേജാറായി പോയില്ലേ, റബ്ബേ നമ്മളൊക്കെ എന്താ അവസ്ഥ എന്ന്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെ ഓരോരുത്തരെയും അതിലേക്ക് എടുക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ സിലബസ് ആണ് അതല്ലേ. അപ്പം ആ സിലബസ്, ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാവും. അതുകൊണ്ട് ഈ ബുക്ക് നൂറ് സഹോദരീന്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നൂറ് സഹോദരി എന്നല്ല, വേറെ ആരെങ്കിലും ഖുർആൻ ഇതേപോലെ തഫ്സീറും തദബ്ബറും ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം നിങ്ങൾക്ക്. ക്ലാസ്സുകൾ നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ജൂസിൽ നമ്മൾ ഓൾറെഡി എടുത്ത ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ എൽം ടു അമലിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അത്, എത്രത്തോളം സ്ട്രിക്റ്റ് ആയിരിക്കും എന്നൊക്കെ. കാരണം ഈ ഒരു കാര്യത്തിനൊന്നും നമുക്ക് ഓരോരുത്തരുടെയും പിന്നാലെ വന്ന് ചെയ്തില്ലേ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാനുള്ള സാഹചര്യമില്ല. അറിയാലോ, നമുക്ക് തഫ്സീർ ക്ലാസ് തന്നെ സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് ഒക്കെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തരെ കൊണ്ടും എക്സാം എഴുതിക്കുന്നത്. പലർക്കും അവരുടെ ഒരു റീസൺ പറയാൻ പോലും സമയമില്ല. അതായത് എനിക്ക് ഇന്ന എക്സാം എഴുതാൻ പറ്റൂല, അതിന് ഇന്ന റീസൺ ആണെന്ന് ആ ഒരു സബ് ഗ്രൂപ്പ് ലീഡറുടെ അടുത്ത് ഒരു മിനിറ്റ് മതി അത് പറയാൻ. അതിന് പോലും സമയമില്ല. എന്നിട്ട് അവരുടെ മിനിറ്റ്
മിനിറ്റുകൾ നിങ്ങളുടെ പിന്നാലെ കൊണ്ട് കളയാണ്. കളയല്ല, അവർക്ക് അത് ഇബാദത്താണ്, പക്ഷെ അവർക്ക് ആ സമയം കൊണ്ട് അതിനേക്കാൾ വെയിറ്റുള്ള ഇബാദത്ത് ചെയ്യായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അവർ സമയം കളയുന്നുണ്ട് തഫ്സീർ ക്ലാസിന്റെ കാര്യത്തിൽ. പക്ഷെ ഈ എൽം ടു അമലിന്റെ കാര്യത്തിൽ ആരും ആരുടെയും പിന്നാലെ വരൂല. കാരണം ഇത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അത് ആവശ്യമില്ലാത്തവര് നഷ്ടക്കാരാണെന്ന് മാത്രമേ പറയാനുള്ളത്, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. ഓക്കെ, അപ്പം എല്ലാവരും ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇതിനകത്ത് കാലെടുത്ത് വെക്കുക. പിന്നെ എനിക്ക് ആ തിരക്കുണ്ട് ഈ തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ഇതിനേക്കാൾ ഹയർ ആയ ഒരു കാര്യം അല്ലെങ്കിൽ ഇതിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അത് ഓരോരുത്തർക്കും അറിയാം, ഓരോരുത്തരുടെ ജീവിതത്തിൽ വർക്ക് ആവുന്നത് വേറെ വേറെ കാര്യങ്ങളായിരിക്കും. പലർക്കും പല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതായിരിക്കും ഓരോരുത്തർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പക്ഷെ ഏതാണോ നിങ്ങൾക്ക് വർക്ക് ആവുന്നത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. പിന്നെ ലൈഫിൽ തിരക്കും കാര്യങ്ങളും പറഞ്ഞ് ഇത് ഒഴിവാക്കാതിരിക്കുക. കാരണം ലൈഫിൽ ആ തിരക്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ടിപ്സ് ഇവിടെ ഉണ്ട് അല്ലെ. നമ്മൾ സ്കൂളിൽ പഠിക്കാതെ, നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഡോക്ടർ ആവാൻ പഠിക്കാതെ ഒരു +2 കുട്ടി എനിക്കൊരു ക്ലിനിക്ക് തുറന്നു തരണം എന്ന് പറയുന്ന പോലെയാണ് നമ്മളെ കാര്യം. ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ പഠിക്കൂല, പക്ഷെ എനിക്ക് ലൈഫ് ഹാൻഡിൽ ചെയ്യണം, ഭയങ്കര തിരക്കാണ്, പ്രശ്നങ്ങളാണെന്ന് പറയുന്നത് ശരിക്കും വിഡ്ഢിത്താണ്. +2 പഠിക്കുന്ന കുട്ടി എനിക്ക് ക്ലിനിക്ക് തുറന്നതാ, ഞാൻ ചികിത്സിക്കട്ടെ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. പ്രത്യേകം ഓർക്കുക, ഇന്ന് ഇൻഷാല്ല എൽം ടു അമൽ ഗ്രൂപ്പിന്റെ ലിങ്ക്, ജോയിനിങ് ലിങ്ക് ഷെയർ ചെയ്യും. ഈ ഉറപ്പുകളൊക്കെ ഉള്ളവര്, ഇസ്തിഖാറ നിസ്കരിച്ച് കഴിഞ്ഞവര് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, തമാശക്കായിട്ട് ആരും ജോയിൻ ചെയ്യേണ്ട, സീരിയസ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അല്ലാത്തവർക്ക് തഫ്സീർ ക്ലാസ്സും എക്സാമും ഒക്കെ എഴുതി, കാരണം അത് വേണം, അത് കഴിഞ്ഞാലേ ഇതിലേക്ക് എത്തിയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പം എങ്ങനെ ക്ലാസ് കേൾക്കണം എന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിലാണ് നമ്മുടെ ക്ലാസ്സുകളുള്ളത്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫാസ്റ്റ് മോഡിൽ ഇടാം. 2ലോ 1.5ലൊക്കെ ഇട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും മതി. കാരണം നമുക്ക് നോട്ട്സ് എഴുതണ്ട, പഠിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ കിച്ചണിലെ വർക്കിന്റെ ഇടയിലാണെങ്കിലും കേൾക്കാം. പക്ഷെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം, ശ്രദ്ധിക്കാൻ പറ്റണം. എന്നിട്ട് ഒരു സ്ക്രിബിളെങ്കിലും, അതായത് വെറുതെ എങ്കിലും ഒരു ലൈന് എഴുതാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ, അതായത് ഈ ബുക്കിനകത്ത് ചിലപ്പോൾ കിച്ചണിൽ നിന്ന് എഴുതുമ്പോൾ നനഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സ്ലേറ്റോ ഒരു വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ ഒരു റഫ് നോട്ട് ബുക്കോ നിങ്ങൾ അവിടെ അടുത്ത് വെക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു ലൈൻ നിങ്ങൾ എഴുതി വെക്കാം. എന്ത് ലൈൻ വെക്കണം വെച്ചാൽ, നമ്മൾ ഈ ക്ലാസ് കേൾക്കും, നമ്മുടെ ഉള്ളിനെ പിടിച്ചു കുലുക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണ്ടാവും. മീനിങ്ങുകൾ പറയും, അതിന്റെ ഭംഗികൾ പറയും, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പറയും, എക്സാമ്പിൾസ് പറയും. അതിലേക്കൊന്നും നിങ്ങൾ പോണ്ട. ആ തഫ്സീർ പറയും അല്ലെ, ഇന്ന പണ്ഡിതൻ ഇതിനെ കുറിച്ച് ഇന്നതാ പറഞ്ഞെന്ന് പറയും. അതിലേക്കൊന്നും പോണ്ട. നമ്മളെ ഉള്ളിനെ പിടിച്ചു കുലുക്കുന്ന, ഞാൻ ഇതിൽ എത്തിയിട്ടില്ലല്ലോ, എനിക്കത് ചേഞ്ച് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത് തുടങ്ങണമല്ലോ, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതിന് തൗബ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു പ്രതീക്ഷയുണ്ട്, ഈ ദുആ ചെയ്ത ഇതിനൊരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ഈ ടിപ്പ് കൊണ്ട് എനിക്കിത് ചെയ്യാം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ, ഞാൻ കിച്ചണിലൊക്കെ ആണെങ്കിലാണ് പറയുന്നത്, അല്ലാത്ത നോട്ടിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ഇതിനകത്താണ് എഴുതുന്നതുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ലൈഫിനെ പ്രാക്ടിക്കലായിട്ട് കാണാം. സുബ്ഹാനല്ലാഹ്. അഖീദ ഫൗണ്ടേഷൻ വേറെ ഗ്രൂപ്പാട്ടോ, ഇൻഷാല്ലാ അതിനെ കുറിച്ച് നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ പറയാം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളെ പ്രാക്ടിക്കലായിട്ട് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പോയിന്റ്സ് മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. വീണ്ടും വീണ്ടും കേട്ട് നോട്ട്സ് എഴുതി പഠിച്ച് ബൈഹാർട്ടാക്കി മീനിങ് പഠിച്ച് ഒന്നിന്റെ ആവശ്യമില്ല. റൂട്ട് ലെറ്റേഴ്സ് ഒന്നിന്റെ ആവശ്യമില്ല. പ്ലസ് നിങ്ങൾ ആ എഴുത്ത് പോലും ആ പറഞ്ഞ ടോപ്പിക്കിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യവുമില്ല. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു 1 hour ക്ലാസ്സിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും, അത് മാത്രം ചിന്തിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരുപാട് പോയിട്ട് അതൊന്നും എഴുതി വെക്കുകയും വേണ്ട. ഇപ്പം ഞാൻ ഒരു സാമ്പിൾ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ഫ്രണ്ട് പേജ് ഒക്കെ എല്ലാവരും വായിച്ചു നോക്കട്ടോ, കാരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. നടന്നുകൊണ്ടാണ് അവൻ എന്നെ സമീപിക്കുന്നതെങ്കിൽ അവന്റെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അത് എന്തായാലും റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ നടന്നു തുടങ്ങാൻ ശ്രമിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് തഫ്സീറിന്റെ ഇൻട്രോ ക്ലാസ് കേൾക്കാന്ന് വെച്ചോ. ഇൻട്രോ ക്ലാസ് കേൾക്കുമ്പോൾ ഈ റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഈ കൊടുത്തിരിക്കുന്ന ബോക്സ് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ജസ്റ്റ് ഏത് ക്ലാസ്സാ ഞാൻ കേട്ടത്. ഇപ്പം S1 അല്ലെ, നമുക്ക് ഓരോ നമ്പേഴ്സ് ഉണ്ട്, S1 S2 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിന് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പർ എഴുതി വെച്ചാൽ മതി. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഇവിടെ എഴുതുന്ന നോട്ട് ഏതിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ നിങ്ങൾക്കൊന്ന് എഴുതി വെക്കാം. അതിനു വേണ്ടിയാണ് മുകളിലുള്ള ബോക്സ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതല്ലാത്ത നൂർസുദ്രി അല്ലാത്ത വേറെ ക്ലാസ്സുകളാണെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ആ ഏത് ക്ലാസ്സാണ് കേട്ടെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം.
എന്നിട്ട് ആ ക്ലാസ് കേട്ടിട്ട് ക്ലാസ് ഫുൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എന്തെങ്കിലും തൗബ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഈ കാര്യം തെറ്റാണല്ലോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ തൗബയുടെ പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇവിടെ ഈ ബോക്സസ് എന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഈ എഴുതി വെച്ചിട്ട് നമുക്ക് ഇതിനങ്ങ് മറക്കാൻ പറ്റില്ല അല്ലെ, പിന്നെയും പിന്നെയും നമ്മൾ എടുത്തു നോക്കണം. ഇനി ചിലപ്പം നമ്മൾ തൗബ ചെയ്യണം എന്ന് എഴുതി വെച്ച് തൗബ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ തൗബ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു അൽഹംദുലില്ലാ, പിന്നെ അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. പലപ്പോഴും നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കുറേ തൗബ ചെയ്യാനുണ്ടാവും, നമ്മളത് ചെയ്യേയില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അത് മറന്നു പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ ആ തെറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പൊ നമുക്ക് മറന്നു പോകും, ഞാൻ ഇത് തൗബ ചെയ്തതാണോ അല്ലേ, അങ്ങനെയൊക്കെ വരും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞ കാര്യം അങ്ങനെ ടിക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ക്രോസ് ചെയ്ത് വെക്കാനും, ഇമ്പോർട്ടന്റ് ആയ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്കെച്ച് പെന്നൊക്കെ വെച്ചോ, കാരണം പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കളറാകുമ്പോൾ നമുക്കത് ശ്രദ്ധയിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്താണോ ആ ക്ലാസ് കേട്ടിട്ട് തൗബ ചെയ്യണം എന്ന് തോന്നിയത് ആ കാര്യം അവിടെ എഴുതി വെക്കുക. ഇനി ഇതേ പേജ് തന്നെ, കാരണം ഒരു 5-6 ലൈൻസ് ഉണ്ടല്ലോ അല്ലെ, ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് 5-10 കാര്യങ്ങളൊന്നും എഴുതാനുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു തൗബയിൽ. അതാ ഞാൻ പറഞ്ഞത്, ആ ക്ലാസ്സിലെ ടോപ്പിക്കിന് മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ട് ചിന്തിച്ചാൽ മതി, അതിന്റെ അപ്പുറത്തേക്കൊന്നും ആരും പോകണ്ട. കാരണം എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഖുർആനിൽ കവർ ചെയ്യും അല്ലെ. അപ്പൊ പിന്നെ ഒരൊറ്റ ക്ലാസ് കേട്ടിട്ട് തന്നെ എല്ലാം എഴുതാൻ നിൽക്കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. സ്ക്രീൻ കാണുന്നില്ലേ? ആർക്കും കാണുന്നില്ല സ്ക്രീന്? കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒന്ന് വേണമെങ്കിൽ ഓഫ് ചെയ്ത് കട്ട് ചെയ്തിട്ട് റീജോയിൻ ചെയ്തു ഇൻഷാ അല്ലാഹ്. അപ്പം തൗബ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതാം. ഇനി ഇതിപ്പോ തൽക്കാലം ഞാൻ ആ ഫസ്റ്റ് ക്ലാസ് കേട്ട ഏകദേശം എന്റെ ഒരു കാര്യങ്ങൾ മാത്രം എഴുതുന്നോണ്ട് എനിക്ക് അതിനകത്ത് തൗബ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ ഇത്. ചിലപ്പം എനിക്ക് തോന്നാത്തത് നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾക്ക് തോന്നാത്തത് എനിക്ക് തോന്നാം. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകളും ശരികളും ഒക്കെ വേറെ വേറെയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ വേറെയാണ് അല്ലെ. ആരും ഇവിടെ മേലെയും താഴെയൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ ഈക്വലി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഓടുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഭയങ്കര സംഭവമാക്കി ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മളും അള്ളയും മാത്രം അറിഞ്ഞാൽ മതി ഈ ഒരു കാര്യം. ഇൻഷാ അല്ലാഹ്. അടുത്ത പേജിൽ എന്താണുള്ളത്, നന്ദി കാണിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്കൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോന്നറിയില്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ക്ലാസ് കേൾക്കുമ്പോൾ ഓർമ്മ വരും. എന്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ നമ്മളെ ഖുറാനിൽ നിന്നുള്ള ഹിദായത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തതിന് അല്ലേ. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ഈസി, ഏതാണോ ഏറ്റവും ഷോർട്ടാക്കി എഴുതാൻ പറ്റുന്നത് അത് എഴുതിയാൽ മതി. അപ്പൊ ഖുറാനിൽ നിന്നുള്ള ഹിദായത്തിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തതിന് നമ്മൾ അള്ളാഹ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് കിട്ടാത്തവർ എത്ര പേര് നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാലും അൽഹംദുലില്ലാഹ് ഖൈർ തന്നെയാണ് അല്ലെ. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ദുആ നമ്മൾ അവസാനത്തെ ദുആ സെക്ഷനിലേക്ക് നമുക്ക് പറയാം കാര്യം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന എഴുതി വെക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു പക്ഷെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ദ്വായും കൂടെ എഴുതുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നീട് ആ ദ്വാനോട് തന്നെ നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം വരും ഇൻഷാ അല്ലാഹ്. അപ്പം നന്ദിയുടെ കാര്യത്തിൽ ഇതൊരു പോയിന്റ് ആവാം. ഇനി അടുത്ത ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുള്ള ഇതിലെ ഡിവൈസസ്, ഇന്റർനെറ്റ് കണക്ഷൻ, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഈസി ആയിട്ട് വീട്ടിനകത്ത് ഇരുന്നിട്ട് അള്ളാഹുവിന്റെ കലാം മനസ്സിലാക്കാനും അല്ലെ അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ അതിന് നമ്മൾ നന്ദി കാണിക്കന്നെ വേണം. അപ്പൊ ആ ഒരു ക്ലാസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നന്ദി കാണിക്കാൻ പറഞ്ഞ എന്ത് കാര്യമുണ്ടോ അതൊക്കെ എഴുതി വെക്കുക. ഞാൻ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് ഇംഗ്ലീഷിൽ എഴുതുന്നത്. ഈ നോട്ടൊന്നും ആരും കോപ്പി അടിക്കൊന്നും വേണ്ട, ഇത് ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി എന്താണ് തിരുത്താനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും തിരുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ക്ലാസ്സിൽ കേട്ടത് ഉണ്ടെങ്കിൽ അതും അവിടെ എഴുതി വെക്കുക. എന്താണുള്ളതെന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള ബോക്സ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അത് ചിലപ്പം തിരുത്തപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തൗബ ചെയ്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ ടിക്ക് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഈ ബോക്സ്. അത് ആ രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ പുതിയതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആണല്ലോ, ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്, നമ്മളുടെ സ്വഭാവം ഖുർആൻ ആവണം എന്നുള്ള അല്ലെ.
നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരൊറ്റയടിക്കൊന്നും ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സംസാരങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തും. പടച്ചോനെ അത് ഖുർആനായിരുന്നോ, ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത് ഖുർആനിലുള്ള പോലെ ആയിരുന്നോ അല്ലെ. അപ്പൊ നമ്മൾ ഈ ബുക്ക് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നാളെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കും. അങ്ങനെ കുറേ പ്രാവശ്യം ഇത് നമ്മളെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഈ ബുക്ക് ഒന്ന് തുറന്നു നോക്കുമ്പോൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ കാരണം ഒരൊറ്റ ലൈനല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഒരു പോയിന്റ് ഒരു ലൈനിൽ അപ്പുറം എഴുതരുത്. അതുപോലെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് പോയിന്റ്സ് ഒന്നും എഴുതി കളയരുത്, എക്സ്പ്ലനേഷൻസ് എഴുതരുത്, എക്സാമ്പിൾസ് എഴുതരുത്, മീനിങ് എഴുതരുത്. കാരണം അതൊക്കെ നമ്മൾ വേറെ തന്നെ കീപ്പ് ചെയ്യുന്നു, പഠിക്കുന്നു, എക്സാം എഴുതുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. ഒരൊറ്റ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പോയിന്റ് ഇത് നമ്മൾ അവിടെ എഴുതി വെച്ച് നാളത്തെ ദിവസം നമ്മൾ വീണ്ടും ഇത് എടുത്തു നോക്കുമ്പോൾ പക്ഷേ ഇന്നലെ ഓര് വന്നപ്പോൾ ഞാൻ ഓരോട് എന്താ പറഞ്ഞല്ലേ, അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മൾ ഖുർആൻ സ്വഭാവമാക്കണം എന്നല്ലേ പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്കത് ഓർമ്മ വരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മുടെ ലൈഫിലേക്ക് വന്ന് പിന്നെ അതുപോലെ നമ്മൾക്ക് മാറ്റം വന്നു. പ്രത്യേകിച്ച് ഇപ്പം സുബ്ഹാനല്ലാഹ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മാറ്റം വന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അത് ആ ക്ലാസ്സിൽ പറയുന്നത് മാത്രം കേട്ടോ, അല്ലാതെ നമ്മുടെ മൊത്തം മാറ്റങ്ങൾ എഴുതാനിരുന്നു കഴിഞ്ഞാൽ ഈ പേജ് ഒന്നും മതിയാവില്ല. ആ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് അത് എനിക്ക് മാറ്റം വന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ. പിന്നെ മാറ്റാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങൾ ഇപ്പം ഇതും നമുക്ക് കേൾക്കുമ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ മാറണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്കറിയാം നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടും അത് ഭയങ്കര പ്രയാസമാണ് മാറ്റാൻ. പ്രത്യേകിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവുകൾ ഉപയോഗിക്കുന്ന രീതി അല്ലെ, നാവുകൾ ഉപയോഗിക്കുന്ന രീതി പലപ്പോഴും നമുക്ക് പ്രശ്നമാണ്. നമ്മൾ പറയാൻ പാടില്ലാത്തത് പറയുന്നതും അല്ലെ, അള്ളാഹ്ക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും ഒരുപാട് നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ പ്രത്യേകം എഴുതി വെച്ച് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ അത് വരും, നമ്മുടെ ദ്വാകളിൽ അത് വരും, നമ്മളുടെ ശ്രദ്ധയിൽ അത് വരും. ഇത് ശരിക്കും ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ് പിടിപ്പിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇത് ചെയ്തിട്ട് കിട്ടുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓക്കെ. ചിന്തകൾ മാറ്റാൻ ഇതൊക്കെ നമ്മൾ പ്രയാസമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ ഇതിനു വേണ്ടി ദേഷ്യം എല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പ്രയാസമുള്ള ഏരിയകൾ. നമുക്ക് ഒരാൾക്ക് പ്രയാസമുള്ളത് വേറൊരാൾക്ക് എളുപ്പമായിരിക്കും, അങ്ങനെയും ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ വീണ്ടും 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 നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കും, അത് പോയിന്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും, നമ്മൾ അതിൽ ശ്രദ്ധ ഉണ്ടാവും, നമ്മൾ അതിനു വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ അപ്പോൾ പ്രയാസമുള്ള കാര്യങ്ങൾ പ്രത്യേകം എടുത്തെഴുതുക. അപ്പൊ അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, കൂടുതൽ ദുആ ചെയ്യണം. ഇനി ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് 2-3 പേജ് ഇട്ടിട്ടുണ്ട്. കാരണം ചിലത് ഓരോ കാര്യങ്ങളിലും നമ്മൾക്ക് എന്താ പറയാ മാറ്റം വരുത്താനുള്ള ചില ചിന്തകൾ ഉണ്ടാവും അല്ലെ. ആ കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലെ. നമുക്ക് സ്വയം വരുന്ന ചിന്തകളാണ്. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞത് എഴുതാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് ഉപയോഗിക്കേണ്ട, കാരണം അതിന് നമുക്ക് വേറെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം വരുന്ന ചിന്തകൾ. അവരിനി അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് നോക്കാം അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് ടിപ്സ് വരും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ടിപ്സ് വരും. മൂപ്പരാന്ന് അങ്ങനെ പറഞ്ഞാൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ. അതും എല്ലാവരും നീട്ടി എഴുതാൻ നിൽക്കണ്ട. നീട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിന്നെ കാണുമ്പോൾ ബോറടിക്കും. നമുക്ക് മനസ്സിലാവുന്ന പോലെ ഓരോരുത്തർക്കും അവനവന് മനസ്സിലാവുന്ന പോലെ ഷോർട്ടാക്കി എഴുതാം. കാരണം പിന്നെയും നമ്മൾക്ക് എടുത്തു നോക്കേണ്ട കാര്യമാണ്. ഇത് ബുക്കുകൾ ഇങ്ങനെ കുറേ എണ്ണം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അതും മടുക്കും. അതുപോലെ നമ്മൾ ഇത് വെറുതെ കണ്ടു കളയാനുള്ളതല്ല, ആ കാണുന്നത് നമ്മൾ ഹൃദയത്തിൽ തറയ്ക്കണം, നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. ഇത് എല്ലാം പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാം തുടങ്ങി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു അതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി അല്ലെ. എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്ത് നമുക്കതിപ്പോ ഈസിയായി. അതേപോലെ തന്നെയാണ് ഇതും. നമുക്ക് ആദ്യം ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല, ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചെയ്ത് അത് നമ്മുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങുമ്പോൾ, അതിന്റെ മാറ്റം വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനോട് അഡിക്ഷൻ ആയിട്ട് മാറും. അപ്പൊ ആ ഒരു സമയം നിങ്ങൾ കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1 മാസമെങ്കിലും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റും തന്നെ ചെയ്യും. കാരണം റബ്ബിന്റെ തൗഫീഖോടെ കൂടി എല്ലാം പറ്റുള്ളൂ അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ റബ്ബിന്റെ തൗഫീഖോട് കൂടി അത് പറ്റും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇറങ്ങുക. എന്തായാലും റബ്ബ് അത് എളുപ്പാക്കി തരുന്ന ചെയ്യും. അപ്പം ചിന്തകൾ നമുക്ക് എന്തും എഴുതാം. ചിന്തകളുടെ കാര്യത്തിൽ നമുക്ക് ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ വന്ന ചിന്തകൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ടിപ്സുകൾ, ഐഡിയാസ്, അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചിട്ട് പാളിപ്പോയ പോയിന്റ്സ്, കാരണം പിന്നീട് നമുക്കത് ഹെൽപ്പ് ആവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ അത് ഹെൽപ്പ് ആവും. അങ്ങനെ അതുകൊണ്ട് ചിന്തകൾക്ക് കുറച്ചധികം പേജസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ദുആസ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു ഹംദിന്റെ കാര്യം ഉണ്ടായിരുന്നു അല്ലെ. അള്ളാഹു നമ്മളെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തതിനുള്ള അള്ളാഹ്ക്കുള്ള ഹംദ്. അപ്പൊ ഞാനിവിടെ എൻ്റെ അടുത്ത് റെഡിമെയ്ഡ് ദുആസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിവിടെ കാണിക്കുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ദുആസ് ഇവിടെ കൊടുക്കാട്ടോ, കൈകൊണ്ട് എഴുതിയതോ ഇനി എവിടെന്നെങ്കിലും കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തതോ. കാരണം അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ
വമാ കുന്നാ ലിനഹ്തദീ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലേ, അള്ളാഹ് നമ്മളെ ഈ ഖുർആൻ കൊണ്ട് നമ്മളെ ഗൈഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വഴിതെറ്റി പോവായിരുന്നു. ഈ ദുആ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ ഹൃദയത്തിന്റെ അറ്റാച്ച്മെന്റോട് കൂടി ഈ ഒരു ദുആ ചെയ്യുമ്പം ഈ ദുആനോട് വല്ലാത്തൊരു കണക്ഷൻ ആയിരിക്കും നമുക്ക്, അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മൾ ദുആ ഇഷ്ടം പോലെ ചെയ്യുന്നവരാണ്. ചില ദുആകൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും, ചിലത് നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ചെയ്യുന്ന ദുആ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ദുആ എന്ന് പറയുന്നത് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിച്ച്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ചിന്ത വന്ന് എന്നിട്ട് ചെയ്യുന്ന ദുആ ആണ്. ഈ ദുആനോട് വല്ലാത്തൊരു കണക്ഷൻ ആയിരിക്കും നമുക്ക് ഈ ദുആ ഇനി ചെയ്യുമ്പോൾ. അപ്പൊ അതുപോലെ നമ്മൾ ആ എഴുതി വെച്ച പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ദുആകൾ, അത് സുന്നത്തായ ദുആകൾ വേണമെങ്കിൽ അങ്ങനെ ആവും. ഇനി നമുക്ക് സ്വന്തം വാക്കുകളിൽ എഴുതിയ ദുആകൾ വേണമെങ്കിലും അവിടെ എഴുതി വെക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഖുർആൻ നമ്മുടെ സ്വഭാവമാക്കി മാറ്റണം എന്ന് പറഞ്ഞത്, അല്ലെ. അതിനും നമ്മളെ അടുത്ത് ദുആകളുണ്ട്. ആ ദുആ കോമൺ ആയിട്ടുള്ള ദുആസ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നമ്മളെ സ്വന്തം ദുആ വേണമെങ്കിൽ അതും എഴുതാം. ഇപ്പം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാലി, മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്നും അമലുകളിൽ നിന്നും ഇച്ഛകളിൽ നിന്നും എന്നെ രക്ഷിക്കുക. അള്ളാഹുവിന്റെ അടുത്ത് ശരണം തേടുന്ന ദുആ, അത് ശരിക്കും അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ദുആ ആണ്. നമ്മുടെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് എക്സ്ട്രാ ദുആ ചെയ്യാണ്, നമ്മൾ എഫേർട്ട് ഇടുന്നത്. എല്ലാത്തിനും ദുആന്റെ കൂടെ എഫേർട്ടും വേണം. അപ്പം അങ്ങനെയുള്ള ദുആസ് നമുക്ക് ചെയ്യാം. ഇനി ഇതും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ദുആ എഴുതി വെക്കാം, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വരുന്ന. ഇപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുകയാണ്. ഇംഗ്ലീഷാണ്, നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾ സൗകര്യം പോലെ എഴുതിയാൽ മതി കേട്ടോ. യാ അല്ലാഹ് ഹെൽപ്പ് മീ ആൻഡ് ഗൈഡ് മീ ടു ഹാവ് എ ക്യാരക്ടർ ലൈക്ക് ഖുർആൻ. അള്ളാഹുവെ, നീ ഖുർആൻ പോലെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നീ എന്നെ സഹായിക്കുക, അല്ലെ. ഇവിടെ യാ അള്ളാഹ് യൂസ് ചെയ്യുന്നിടത്ത് അള്ളാഹിന്റെ അതിന് മാച്ച് ആയിട്ടുള്ള പേരുകൾ വെച്ച് നമുക്ക് എഴുതി വെക്കാം. നമ്മൾ ഓരോ കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോഴും അള്ളാഹിന്റെ ആ ഒരു പേര് ഉപയോഗിച്ച് ആ ദുആ അവിടെ എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ദുആയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമുക്ക് ഈ ദുആനോട് ഒരു അറ്റാച്ച്മെന്റ് വരാണ്. അതുകൊണ്ട് തന്നെ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുആ ആയിരിക്കും. അല്ലാതെ ഏതെങ്കിലും കിതാബിൽ നോക്കിയിട്ടോ അല്ലെ ആപ്പിൽ നോക്കിയിട്ടോ അങ്ങനെ നാവുകൊണ്ട് ചൊല്ലുന്ന ദുആ അല്ല. ശരിക്കും ഇവിടെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ഈ ദുആന്റെ അടുത്ത്, അല്ലെ. നമ്മൾ ഫീലിംഗോട് കൂടി അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്ന ദുആ എന്തായാലും അള്ളാഹു മറുപടി തരാതിരിക്കില്ല. പ്ലസ് നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മളെ പിന്നാലെ ഒരാൾ വന്നിട്ട് നീ ഇത് ചെയ്യ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഈ ഒരു ബുക്കിനകത്ത് പോയിന്റ്സ് ആയിട്ട് നമ്മുടെ ചേഞ്ചസ് എഴുതി അത് നമ്മൾ വീണ്ടും വീണ്ടും റെഫർ ചെയ്തിട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു ആദ്യം നല്ല പ്രയാസം ഉണ്ടാവും, മെല്ലെ മെല്ലെ നമ്മൾ ഈ ട്രാക്ക് കയറുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ പോലെ നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് തവക്കുൽ ചെയ്ത് നമ്മളെ കൂടെ നിന്നോ അതേപോലെ നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്, എനിക്കോ നിങ്ങൾക്കോ വേറെ വേറെയുള്ള ഉദ്ദേശമേ അല്ല ഈ കാര്യത്തിൽ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള കാര്യമാണിത്. ഇൻഷാ അല്ലാഹ് ഇനി ഇത് സ്വഭാവത്തിന്റെ കാര്യത്തിൽ തന്നെ വേറെയും ദുആസ് ഉണ്ട് കേട്ടോ. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി, അല്ലേ. അല്ലാഹുവേ, നീ എന്റെ ഖൽഖ്, എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കി, അതുപോലെ നീ എന്റെ സ്വഭാവം നന്നാക്കുക. അതുപോലെയുള്ള ദുആകളൊക്കെ നമുക്ക് അറിയെങ്കിൽ അതൊക്കെ ഓരോ ലൈനായിട്ട് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ദുആ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തെ ദുആന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് നമുക്ക്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും ഈ ദുആന്റെ അടുത്ത്. ആ അറ്റാച്ച്മെന്റോട് കൂടി നമ്മൾ ആ ദുആനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ അവിടേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. സ്ലോ ആയിട്ട് ആരും തിരക്ക് പിടിക്കേണ്ട. ഒരു ജുസൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് തന്നെ വേറൊരു ലെവലിലെത്തിയ ഫീലിംഗ് ഉണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആദ്യം എഴുതി വെക്കുന്നുണ്ടല്ലോ, നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ജുസ് കഴിഞ്ഞിട്ട് നമുക്കത് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരാനുണ്ട്. അൽഹംദുലില്ലാഹ്, ഇത് ഞാൻ തന്നെ ആണോ, അല്ലെ, എനിക്ക് തന്നെയാണോ അന്ന് ഞാനിത് മാറാൻ വേണ്ടി എഴുതി വെച്ചു, ഇപ്പൊ ഞാൻ ആ കാര്യത്തിൽ മാറിയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഞാൻ സ്ലിപ്പ് ആവുമ്പോൾ ആ ഒരു കാര്യത്തിന് ഞാൻ തൗബ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തും നമ്മള് സീരിയസ് ആക്കി എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പം ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാ ഇൻഷാ അല്ലാഹ്. അപ്പം ഇങ്ങനെയാണ് ഈ ബുക്കിനെ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഈ ബുക്കിൽ ഇതേ പേജസ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ ക്ലാസ് കേൾക്കുന്നതിനനുസരിച്ച് അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. ഇതേ പേജസ് തന്നെ രണ്ടാമത്തെ ക്ലാസ്സിനും മൂന്നാമത്തെ ക്ലാസ്സിനും, അതായത് ഈ പേജ് തീരുന്നത് വരെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സെക്കൻഡ് ക്ലാസ്സും അതിനു വേണ്ടി ഈ പേജസ് ഉപയോഗിച്ച് തേർഡ് ക്ലാസ്സും ഉപയോഗിക്കുകയാണെങ്കിൽ അത് വരെ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് പേജ് എടുക്കുക, പിന്നെയും S3 S4 S5 അങ്ങനെ എഴുതിയിട്ട് പോവാം. മാക്സിമം ബുക്കിനെ എന്താ പറയാ വൈസായിട്ട് യൂസ് ചെയ്യാന്നൊക്കെ. ഒരുപാട് എഴുതി ബുക്ക് തീർന്നു പോയി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മളിങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇത് പ്രിന്റ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരൊറ്റ സെറ്റ് പ്രിന്റ് എടുക്കുമ്പോൾ തന്നെ ഒരു ബുക്കിന്റെ പൈസയാവും. അപ്പം അതും അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. അപ്പം നമ്മൾ വളരെ ടു ദ പോയിന്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതുക. നമ്മുടെ ഫ്രീക്വൻസി എങ്ങനെയാന്ന് വെച്ചാൽ ഇത്
ഇൻഷാല്ലാ ആദ്യം ട്രയലാണ്, നമുക്കറിയില്ല ഇത് എങ്ങനെയാ വർക്ക്ഔട്ട് ആവാന്ന്. നമ്മൾ തഫ്സീറിന്റെ കാര്യത്തിലും ആദ്യം പലതും ട്രൈ ചെയ്തു, ചിലത് വർക്കാവാത്തത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇതും കൊണ്ടുപോകുക ഇൻഷാല്ലാ. അപ്പൊ നമ്മളൊരു ട്രയലിന്റെ സിസ്റ്റം എന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ക്ലാസ് ആണ് ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത് തുടക്കത്തിൽ. അത് ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്യാനാണ് നിയത്തി ഇൻഷാല്ലാ. ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്യും. അടുത്ത ചൊവ്വ ആവുമ്പോഴേക്ക് നിങ്ങൾ ആ ക്ലാസ് കേട്ട് അതിന്റെ ഈ ജേർണലിങ്, അതായത് ഈ പോയിന്റ്സ് ഒക്കെ എഴുതി അതിനു വേണ്ട ദുവാസ് ഒക്കെ എഴുതി കഴിഞ്ഞിരിക്കണം. പ്ലസ് ആ ദുവാസൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അള്ളാഹിന്റെ അടുത്ത് തഹജ്ജുദിലോ അതുപോലെ നമുക്ക് അത്രയും അള്ളാഹായിട്ട് ക്ലോസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ദുവാ ചെയ്തിരിക്കണം ഒരു പ്രാവശ്യമെങ്കിലും. നമ്മൾ എത്രത്തോളം അതിനെ സീരിയസ് ആക്കി ദുവാ ചെയ്യുന്നോ അത്രത്തോളം അതിന്റെ റിസൾട്ട് കൂടുതലായിരിക്കും. എത്രത്തോളം നമ്മൾ അതിന് എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം നമുക്ക് അതിന് ഗുണം ഉണ്ടാവും. ഈ ബുക്ക് എപ്പോഴും നമ്മളെ കൂടെ തന്നെ വെക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പോ രാവിലെ എഴുന്നേറ്റതിന് ശേഷമൊക്കെ ഒന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യം ഞാൻ എന്റെ ഇന്ന സംസാരം ഞാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം, എന്റെ ദേഷ്യം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വീണ്ടും വീണ്ടും ദുആ ചെയ്യുമ്പോൾ, വീണ്ടും വീണ്ടും എഫേർട്ട് ഇടുമ്പോൾ സ്ലോലി അതിന്റെ ചേഞ്ച് എന്തായാലും ഉണ്ടാവും ഇൻഷാല്ലാ. നമ്മൾ ഇപ്പോഴത്തെ പ്ലാൻ ഇങ്ങനെയാണ്. ആഴ്ചയിൽ 2 ക്ലാസ് ചൊവ്വാഴ്ച പോസ്റ്റ് ചെയ്യും. അടുത്ത ചൊവ്വ ആകുമ്പോഴേക്ക് ആ ക്ലാസ് കഴിഞ്ഞ് അതിന്റെ ജേർണൽ ചെയ്യുക, ദുആ ചെയ്യുക, എഫേർട്ട് എടുക്കുക. നമുക്ക് ഇനി ചെയ്യുന്നതിനനുസരിച്ച് എന്തെങ്കിലും സജഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വലിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്യാം. പിന്നെ ഇതിന് റിഫ്ലക്ഷൻസും ലൈവും ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അപ്പം അത് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും തോന്നുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. എന്തായാലും നൂറ് സദരി മെയിൻ ഗ്രൂപ്പിൽ അല്ല എൽം ടു എംഎല്ലിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരും ഇൻഷാല്ലാ. നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ സ്വഹാബിമാരൊന്നും ഇരുന്ന പോലെ കൂടിയിരുന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ തിരുത്താനൊന്നും നമുക്ക് മാർഗ്ഗമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കുക, നമ്മളെ ജീവിതം നമ്മൾ തന്നെ തിരുത്താൻ നോക്കുക അല്ലെ. അപ്പം അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഓടി അടുക്കുക തന്നെ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് കുറേ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ആദ്യത്തെ പേജൊക്കെ ക്യാച്ചപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സുബ്ഹാനല്ലാഹ് മാറ്റങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. മാറാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കുത്തലുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. അങ്ങനെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സിലബസിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്ത് പോകുമ്പോൾ ഉറപ്പായിട്ടും 1% ചേഞ്ച് ഇല്ലാതിരിക്കൂല അല്ലെ. 1% ഞാൻ വെറുതെ പറഞ്ഞാണ്, എന്തായാലും വലിയ ചേഞ്ച് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടാവും അറിയാം. നമുക്ക് അങ്ങനെ ചിലതൊക്കെ വർക്ക്ഔട്ട് ആയി കഴിയുമ്പോഴാണ് നമ്മളെ സംശയങ്ങൾ ക്ലിയർ ആവും. അപ്പൊ എനിക്ക് തന്നെ വലിയ ഐഡിയ ഒന്നും ഇല്ല ഇത് എങ്ങനെ വർക്ക് ആവുന്നൊന്നും. എന്തോ എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നി, എല്ലാവരും സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. ഇൻഷാല്ലാ അള്ളാഹിന്റെ തൗഫീഖ് തന്നെയാണ്. അള്ളാഹുവിന്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ ദുആ എപ്പോഴും സ്ഥിരാക്കുക. അള്ളാഹ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആവണം റബ്ബെ, നിന്നെ അനുസരിക്കാൻ വേണ്ടി എനിക്ക് ഒന്നും തടസ്സാവരുത് റബ്ബെ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആയത്ത് കിട്ടിയിട്ടുണ്ട് അല്ലെ, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. അപ്പൊ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ ആയിട്ട് എനിക്ക് ജീവിക്കണം റബ്ബെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ഹൃദയത്തിനകത്ത് ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആ ഇഖ്ലാസിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. ആ തവക്കുൽ ഉണ്ടാവുക, ആ ഉറപ്പുണ്ടാവുക, ആ യഖീൻ ഉണ്ടാവുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. الحمد لله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.